നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർ മയാമി അൽ ഹിലാലുമായിട്ട് ഏറ്റുമുട്ടിയ കളിയിൽ മെസ്സിയുടെ പ്രകടനം എങ്ങനെയാണ്? ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് മെസ്സിയുടെ മിന്നും പ്രകടനം അടുത്ത കളിയിൽ കാണുക എന്നുള്ളത്. കാരണം അൽ നസറുമായിട്ടാണ് കളി. പഴയ ഒരു റിവൽറി ഉണ്ടല്ലോ, ക്രിസ്ത്യാനോ വേഴ്സസ് ലിയോ മെസ്സി. അതൊരിക്കൽ കൂടി കാണാൻ കഴിയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മെസ്സി ഇപ്പോൾ ഒരു ലോങ് വെക്കേഷന് ശേഷം ഇങ്ങനെ കളി പുനരാരംഭിച്ചിട്ടേ ഉള്ളൂ. 2-3 മത്സരങ്ങളൊക്കെ ആയി അവർ ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അൽ നസറുമായിട്ട് കളിക്കുന്നതിന് മുമ്പുള്ള മെസ്സിയുടെ പ്രകടനം എന്താണ് എന്നുള്ളത് ആരാധകർ ഉറ്റു നോക്കുക സ്വാഭാവികമാണ്. ഇന്നലത്തെ മെസ്സിയുടെ പ്രകടനം മൊത്തമായിട്ട് നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ നോക്കുക, വളരെ സന്തോഷകരമായ രൂപത്തിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളൊരു റിസപ്ഷനാണ് അൽ ഹിലാലിൻ്റെ ആരാധകർ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ആരാധകരെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. മെസ്സി ചാൻഡുകൾ കൊണ്ട് മുഖരിതമായിരുന്നു കിങ്ഡം അറീന. അതുപോലെ മെസ്സിയുടെ ഒരു ടിഫോയൊക്കെ അവർ ഉയർത്തുകയുണ്ടായി. അങ്ങനെ വളരെ സന്തോഷകരമായ രൂപത്തിലാണ് കളി ആരംഭിച്ചതെങ്കിലും കളിക്കളത്തിലെ ആദ്യ പകുതിയിലെ കാര്യങ്ങൾ ഒട്ടും മെസ്സിക്ക് ഗുണകരമായിരുന്നില്ല, ശുഭകരമായിരുന്നില്ല. അൽ ഹിലാൽ അനായാസം ഗോളടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനിടയ്ക്ക് ലൂയിസ് സുവാരസിന്റെ ഗോള് റഫറി ഡിസലവ് ചെയ്തപ്പോൾ ദേഷ്യപ്പെടുന്ന ലിയോ മെസ്സി റഫറിയോട് അദ്ദേഹം അത് ചോദ്യം ചെയ്യുന്ന സംഭവം ഉണ്ടായി. എഡീന ആൽവസ് ബാറ്റിസ്റ്റയോട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നു. വാറില്ലേ എന്ന് അദ്ദേഹം 2 തവണ എടുത്തു ചോദിക്കുന്നു. മെസ്സി എന്തായാലും ദേഷ്യത്തിലായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഗോളും ഡിസലവ് ചെയ്യുന്ന കാഴ്ച കണ്ടു. എന്തായാലും സുവാരസിൻ്റെ ഗോൾ കൗണ്ട് ചെയ്യുകയും അങ്ങനെ 3-1 എന്ന രൂപത്തിലാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന ലിയോ മെസ്സിയാണല്ലോ നമ്മൾ കണ്ടത്. അദ്ദേഹം പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നു, കഴിഞ്ഞില്ല. അധികം താമസിയാതെ തന്നെ തൊട്ടടുത്ത മിനിറ്റിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ പാസ് നമ്മൾ കാണുന്നു. ഒരു മനോഹരമായ അസിസ്റ്റ്. അതിൽ നിന്നാണ് ഡേവിഡ് ലൂയിസിന്റെ ഗോൾ പിറക്കുന്നത്. മെസ്സിയെ കേന്ദ്രീകരിച്ച് തന്നെ ഇന്റർ മയാമിയുടെ നീക്കങ്ങൾ വരുന്നത് നമ്മൾ കണ്ടു. മയാമിക്ക് മികച്ചൊരു സെക്കൻഡ് ഹാഫാണ്. അതിൻ്റെ കാരണം മെസ്സി നല്ല രൂപത്തിൽ കളിച്ചു രണ്ടാം പകുതിയിൽ എന്നുള്ളിടത്താണ്. ഏതായാലും 36-കാരനായ മെസ്സി നല്ല രൂപത്തിൽ മാച്ച് ഫിറ്റ്നസ് തിരികെ പിടിച്ച് നല്ല രൂപത്തിൽ കളി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നു കഴിഞ്ഞു. വരുന്ന കളികളിൽ കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള മെസ്സിയെ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അവസാനമൊക്കെ ആകുമ്പോൾ മെസ്സിയെ പിൻവലിച്ച് റോബ് ടൈലർ ഇറക്കുന്നു. അധികം വൈകാതെ മാൽക്കം, ലിയോ മെസ്സിയുടെ മുൻ സഹതാരം, FC ബാഴ്സലോണയിലെ സഹതാരം മാൽക്കം അൽ ഹിലാലിനായിട്ട് ഗോൾ അടിക്കുന്നു. അവിടെ ഇന്റർ മയാമിയുടെ പ്രതീക്ഷകൾ അവസാനിക്കുന്നു. മയാമി തോൽക്കുന്നു. ഇതാണ് സംഭവിച്ചത്. മൊത്തത്തിലെടുത്താൽ മെസ്സിക്കൊരു റോളർ കോസ്റ്റർ ആയിട്ടുള്ള എഫക്റ്റാണ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അദ്ദേഹം പൂർണ്ണമായിട്ടും മിന്നിക്കത്തി കളിച്ചു എന്ന് പറയുന്നില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ നല്ല രൂപത്തിലുള്ള പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആരാധകർക്ക് സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ്. കൂടുതൽ മികവിലേക്ക് വരുന്ന മത്സരങ്ങളിലേക്ക് മെസ്സി പോകും, വരുന്ന മത്സരങ്ങളിലൊക്കെ പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇന്റർ മയാമിക്ക് ഒരു പിടി മത്സരങ്ങളാണ് സീസണിന് മുമ്പുള്ളത്. അൽ നസറുമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നേരെ ഹോങ്കോങ്ങിലേക്ക്, അവിടെ ഹോങ്കോങ് ഓൾ സ്റ്റാർ ടീമിനെതിരെ കളിച്ചിട്ട് നേരെ ജപ്പാനിലേക്ക്, അവിടെ വീസൽ കൊബയുമായി കളിച്ചിട്ട് നേരെ മയാമിയിലേക്ക്, അവിടെ മെസ്സിയുടെ കുട്ടിക്കാല ക്ലബ്ബായ നെവൽ ഓൾഡ് ബോയ്സിനെതിരെ മെസ്സി ഇതാ ഫുൾ ഫ്ലോയിൽ കളിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങൾ അതിനുള്ളതാണ്. മെസ്സിയുടെ മത്സരങ്ങൾ തുടരെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. കഴിഞ്ഞ 2 മാസം കാലമായിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മൾ അദ്ദേഹത്തെ കളിക്കളത്തിൽ കണ്ടിട്ടുള്ളൂ. ഏതാണ്ട് തീരെ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. അവിടെ നിന്ന് മെസ്സി ഇതാ തിരികെ എത്തുന്നു. നിറയെ മത്സരങ്ങൾ ആരാധകർക്ക് സമ്മാനിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.